കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും 10 പേര് ആശുപത്രിയിൽ. ഒരു സെക്കൻഡ്. ഹലോ, UP സോറി LP സ്കൂളാണോ? ഇന്നേ 10 മക്കളൊന്നും വരത്തില്ല കേട്ടോ. 10 പിള്ളേരൊന്ന് ലീവ് ആന്നേ. ശരി എന്നാ. ഓക്കെ. പിന്നെ ഇവിടെ പുതിയ പേജാണ് ഹെൽത്ത് ഓഫ് ഫ്ലോക്സ് കോർട്ട്. ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. ഒരു സെക്കൻഡ്, ഒരു കോൾ കൂടെ. ഹലോ, നേരത്തെ വിളിച്ച ആളാന്നേ. അപ്പോഴേ 8 പേരേ ഉള്ളൂ അവിടുത്തെ കേട്ടോ. ബാക്കി 2 നേഴ്സറി പിള്ളേരായിരുന്നു. ഓക്കെ ശരി എന്നാ. ഓക്കെ. അപ്പൊ ഈ വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ ഇതേ നമ്മള് വിജയ് തമിഴ്നാട്ടില് ഈ പറയുന്ന പോലത്തെ പ്രശ്നമാണ്. വിജയ് എല്ലാവരും കുറ്റം പറഞ്ഞു, ഞാൻ ഉൾപ്പെടെയുള്ള കുറ്റം പറഞ്ഞു. അന്ന് ജനങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞു, അടുത്ത ഗവൺമെന്റിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നത് ജനങ്ങൾ സാധുക്കളാണ്. ഈ ഹനാൻഷായുടെ പ്രോഗ്രാം കാണാൻ പോയത് ഹനാൻഷാ ഇഷ്ടപ്പെട്ട് ഓടിച്ചില്ലെന്നാണ്. പക്ഷേ ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ ഇത് എന്ത് കണ്ടിട്ടാണ് സംഘടിപ്പിക്കുന്നത്? ഇത്ര ആളുകൾ വരും എന്നുള്ള ബോധം എല്ലാവർക്കും വേണ്ടേ? അത് ഈ പറയുന്ന എല്ലാവർക്കും വേണം. അപ്പൊ ഹനാൻഷാനെ അത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അയാളവിടെ പരിപാടി അവതരിപ്പിക്കാൻ ചെല്ലും. എത്ര പേര് വരും, എണ്ണം വരുമെന്നും അയാൾക്ക് അറിയാൻ പറ്റണമെന്നൊന്നുമില്ല. പിന്നെ ഈ ചെല്ലുന്ന ആളുകൾക്കും അവർക്ക് ഇഷ്ടം കൊണ്ട് ഓടി ചെല്ലും. പക്ഷെ ഈ പറയുന്ന സംഘാടകർ അവർ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണമായിരുന്നു. ഇത്ര ആളുകൾ വരുമ്പോൾ പോലീസുകാർ തല്ലി ഓടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇത് കേരളത്തിന്റെ പല ഭാഗത്തും, ഇന്ത്യയുടെ പല ഭാഗത്തും സംഭവിക്കാം. ഈ മെസ്സി കേരളത്തിൽ വന്നിരുന്നെങ്കിലും ഒരു പരിധി വരെ ഇതിലധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായേനെ. അപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റം നല്ലതുപോലെ ശരിയാവണം. അതിന് ഈ പറയുന്ന പോലെ ഒരു പരിധി വരെ ഈ സംഘാടകർ ഇത് കൃത്യമായി സംഘാടനം നടത്തണം. ഈ പാടാൻ വരുന്നവരും ഈ കാണാൻ പോകുന്നവരും എല്ലാം കുറച്ച് ജാഗ്രത പാലിക്കുകയും വേണം. അവരെല്ലാം പൂർണ്ണമായി അവർ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, പക്ഷെ അതിൽ ജാഗ്രത പാലിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. കിട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.